Welcome to the Meet the Inventor program. മെസ്സിയും പടകളും കേരളത്തിലേക്ക് വരുന്നു എന്ന് നിങ്ങൾ കേട്ടല്ലോ. അതിനു മുൻപായി 5 ഇൻവെന്റർമാർ അഥവാ കണ്ടുപിടുത്തക്കാർ നിങ്ങളെ കാണാനും പരിചയപ്പെടാനും കൊച്ചു കേരളത്തിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അവരെ പരിചയപ്പെട്ടാലോ? ഈ മെഴുകുതിരിയുടെ മെഴുക് എൻ്റെ കയ്യിൽ പറ്റുമോ? ഹലോ, ഞാൻ തോമസ് ആൽവ എഡിസൺ. ഞാൻ 1747 അമേരിക്കയിലെ ഒഹായോയിൽ ജനിച്ചു. എൻ്റെ അച്ഛൻ സാമുവൽ ഒരു മരപ്പണിക്കാരനും അമ്മ നാൻസി ഒരു അധ്യാപികയുമായിരുന്നു. അവരെന്നെ വീട്ടിലിരുത്തി പഠിപ്പിച്ചു. എല്ലാത്തരം പരീക്ഷണം നടത്താനും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് വെറും 10 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ ബേസ്മെന്റിൽ ഞാൻ എൻ്റെ ആദ്യത്തെ ലാബ് നിർമ്മിച്ചു. കാര്യങ്ങൾ സ്വയം പരീക്ഷിച്ചു നോക്കിയാണ് ഞാൻ പഠിച്ചത്. ആയിരക്കണക്കിന് ശ്രമങ്ങൾക്ക് ശേഷം ഒടുവിൽ ഞാൻ തിളക്കമുള്ളതും ഉപയോഗപ്രദവുമായ ഒന്ന് സൃഷ്ടിച്ചു: ഇലക്ട്രിക് ബൾബ്. രാത്രിയിൽ പേടി കൂടാതെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ സഹായകമായത് ഇലക്ട്രിക് ബൾബിന്റെ കണ്ടെത്തലുകളാണ്. എഡിസൺ ഫോണോഗ്രാഫ് കണ്ടുപിടിക്കുകയും മോഷൻ പിക്ചർ ക്യാമറ മെച്ചപ്പെടുത്തുകയും കൂടാതെ 1000-ലധികം കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും ചെയ്തു. Hello, hello. Can you hear me? അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ്. ഞാൻ 1847 സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിലാണ് ജനിച്ചത്. എൻ്റെ അച്ഛൻ ബധിരരെ സംസാരിക്കാൻ പഠിപ്പിച്ചു. എൻ്റെ അമ്മ ഏതാണ്ട് ബധിരയായിരുന്നു. അതിനാൽ ആളുകളെ നന്നായി ആശയവിനിമയം ചെയ്യാൻ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ എഡിൻബർഗ് സർവകലാശാലയിൽ പഠിച്ചു. പിന്നീട് കാനഡയിലേക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കും മാറി. ഞാൻ ശബ്ദപരീക്ഷണങ്ങളിൽ ജോലി ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. ഒരു ദിവസം ഞാനതുണ്ടാക്കി. ടെലിഫോൺ. ഇപ്പോഴും പ്രവർത്തിക്കുന്നു. എൻ്റെ ആദ്യ കോൾ: മിസ്റ്റർ വാട്സൺ, ഇവിടെ വരൂ, എനിക്ക് നിങ്ങളെ കാണണം. അതായിരുന്നു ചരിത്രത്തിലെ ആദ്യത്തെ ഫോൺ കോൾ. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ കണ്ടുപിടുത്തങ്ങൾ ലോകമെമ്പാടുമുള്ള ആളുകളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ആശയവിനിമയ വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. നമസ്കാരം കൂട്ടുകാരെ, ഞാൻ വിൽബർ വ്രൈറ്റ്. ഇത് എൻ്റെ സഹോദരൻ ഓർവിൽ വ്രൈറ്റ്. ഞങ്ങൾ അമേരിക്കയിലാണ് ജനിച്ചത്. 1871 ഞാനും 1867 വിൽബറും ജനിച്ചു. ഞങ്ങളുടെ അച്ഛൻ ഒരു ബിഷപ്പായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടം പല യന്ത്രഭാഗങ്ങളും നിർമ്മിക്കാനായിരുന്നു. അവർ രണ്ടുപേരും പുതിയ കണ്ടെത്തലുകൾ നടത്താനും അവ നിർമ്മിക്കാനും ഞങ്ങളെ പ്രേരിപ്പിച്ചു. ഞങ്ങൾ ഒരു സൈക്കിൾ കട നടത്തിയിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ ഒരു വിമാനം നിർമ്മിച്ചു. 1903 ഈ സംഭവം. ഞങ്ങളുടെ വിമാനം വെറും 12 സെക്കൻഡ് മാത്രമേ പറന്നുള്ളൂ. തുടർന്നും വിമാനം പറത്താൻ പല പരീക്ഷണങ്ങളും ഞങ്ങൾ നടത്തി. ഈ സംഭവം തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ വ്യത്യസ്തയിനം വിമാനങ്ങൾ നിർമ്മിക്കുവാനുള്ള പ്രേരണയായി മാറി. അടുത്തതായി നമുക്ക് മേരി ക്യൂറിയെ പരിചയപ്പെടാം. നോബൽ സമ്മാനം നേടിയ ആദ്യ വനിതയായിരുന്നു മേരി ക്യൂറി. 2 വ്യത്യസ്ത ശാസ്ത്രങ്ങളിൽ നോബൽ സമ്മാനം നേടിയ ഒരേ ഒരു വ്യക്തിയും അവർ തന്നെ. നമസ്കാരം, ഞാൻ മേരി ക്യൂറി. ഞാൻ 1867 പോളണ്ടിലെ വാർസോയിലാണ് ജനിച്ചത്. എൻ്റെ അച്ഛൻ ഒരു ശാസ്ത്ര അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപകരണങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഒരു ശാസ്ത്രജ്ഞ ആകണം എന്നായിരുന്നു കുഞ്ഞുനാളിലെ എൻ്റെ സ്വപ്നം. ഞാൻ പാരീസിൽ സോർബോൺ സർവകലാശാലയിലാണ് പഠിച്ചത്. എൻ്റെ ഭർത്താവ് പിയറിയും ഞാനും റേഡിയവും പൊളോണിയവും കണ്ടെത്തി. മനുഷ്യ ശരീരത്തിനുള്ളിലെ അവയവങ്ങളുടെ ചിത്രമെടുക്കാൻ സഹായിക്കുന്ന എക്സ്റേകൾ സൃഷ്ടിക്കാൻ ഞങ്ങളുടെ പ്രവർത്തനങ്ങളാണ് പിൽക്കാലത്ത് സഹായിച്ചത്. അടുത്തതായി നമുക്ക് ഐൻസ്റ്റീനെ പരിചയപ്പെടാം.
ഐൻസ്റ്റീന്റെ ആശയങ്ങൾ ശാസ്ത്രത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുകയും ഭാവി തലമുറയിലെ ചിന്തകരെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. 1879 മാർച്ച് 14 ജർമ്മനിയിലെ ഉൾമിൽ ഞാൻ ജനിച്ചു. എൻ്റെ പിതാവ് ഒരു എഞ്ചിനീയറും അമ്മയ്ക്ക് പ്രിയം സംഗീതത്തോടായിരുന്നു. കുട്ടിക്കാലത്ത് ദിശ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന കോമ്പസ് ഉപയോഗിച്ച് കളിക്കാൻ എനിക്കിഷ്ടമായിരുന്നു. ഗണിതവും ശാസ്ത്രവുമായിരുന്നു എൻ്റെ ഇഷ്ടവിഷയം. സമയത്തെയും സ്ഥലത്തെയും നാം മനസ്സിലാക്കുന്ന രീതിയെ മാറ്റിമറിച്ച ആപേക്ഷികതാ സിദ്ധാന്തം എൻ്റെ ഒരു പ്രധാന കണ്ടുപിടുത്തമാണ്. ഊർജവും പിണ്ഡവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന E=mc² എന്ന പ്രശസ്തമായ സമവാക്യത്തിൻ്റെ പേരിലാണ് ഞാൻ പ്രധാനമായും അറിയപ്പെടുന്നത്. മക്കളെ, നമ്മൾ ഇന്ന് ആരെയൊക്കെയാ പരിചയപ്പെട്ടത് ഒന്ന് ഓർത്തെടുക്കാമോ? ആദ്യമായി തോമസ് ആൽവ എഡിസൺ, അദ്ദേഹത്തിന്റെ പ്രധാന കണ്ടുപിടുത്തം ഇലക്ട്രിക് ബൾബ്. തുടർന്ന് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഫോൺ കണ്ടുപിടിച്ചു. റൈറ്റ് സഹോദരന്മാർ വിമാനമാദ്യമായി പറത്തി. മെഡിക്കൽ മേഖലയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് റേഡിയോവും പൊലോണിയവും കണ്ടെത്തിയ മേരി ക്യൂറി. അവസാനമായി E=mc² എന്ന സമവാക്യം കണ്ടെത്തി ശാസ്ത്രലോകത്തിന് വലിയ സംഭാവന നൽകിയ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും കാണാനായി സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക.